നമസ്കാരം. മുമ്പൊരു കൊള്ളക്കാരൻ സത്യമംഗലം കാടുകളിൽ ജീവിച്ചിരുന്നു. ആനക്കൊമ്പും ചന്ദനവുമായിരുന്നു കക്ഷിയുടെ പ്രധാന മോഷണ ഐറ്റംസ്. അയാളുടെ പേരാണ് വീരപ്പൻ. ഒടുവിൽ സ്പെഷ്യൽ ഫോഴ്സ് പാവം വീരപ്പനെ ചതിയിൽപ്പെടുത്തി വെടിവെച്ചു കൊന്നു. നമ്മുടെ പിണറായി വിജയൻ സർക്കാരിന്റെ മുന്നിൽ ഈ വീരപ്പൻ എത്രയോ ഭേദമെന്ന് തോന്നുന്നു. കഴിഞ്ഞ 4.25 കൊല്ലത്തിനിടയിൽ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിലെ പൊതു ഖജനാവിൽ നിന്ന് തൂർത്തടിച്ച കണക്കുകൾ കേട്ടാൽ ആരായാലും ഞെട്ടിപ്പോകും. കേരള സംസ്ഥാനം രൂപീകൃതമായതിൽ പിന്നെ നടന്ന തീവെട്ടിക്കൊള്ളയാണ് പിണറായി വിജയന്റെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ധൂർത്തിന്റെ ചില കണക്കുകൾ നമുക്ക് നോക്കാം. അധികാരത്തിലേറിയ സമയത്ത് ഇപ്പോഴത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നാണ്. ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും മലയാളത്തിലെ ദിനപത്രങ്ങളുമടക്കം പ്രമുഖ പത്രങ്ങളിലെല്ലാം 10 കോടി രൂപ മുടക്കി പരസ്യം ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അവിടെ തുടങ്ങുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതി പരമ്പര. ഇലക്ഷൻ കാലത്ത് മാത്രം CPM-കാർ പൊടിതട്ടിയെടുക്കുന്ന ഒരു നേതാവുണ്ട്, സഖാവ് VS അച്യുതാനന്ദൻ. VS-നെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പ് ജയിച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. VS-ന് വേണ്ടി ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊരു കമ്മീഷൻ ഉണ്ടാക്കി. VS-നെ അതിന്റെ ചെയർമാനുമാക്കി. ഈ ഭരണപരിഷ്കാര കമ്മീഷനിലെ 17 സ്റ്റാഫുകളിൽ 12 പേരും മുമ്പ് VS-ന്റെ പേഴ്സണൽ സ്റ്റാഫുകളായിരുന്നു. 2019 ഡിസംബർ 31 വരെ ഭരണപരിഷ്കാര കമ്മീഷന് വേണ്ടി സർക്കാർ തുലച്ചത് 17,36,36,666 രൂപയാണ്. ഇക്കാലയളവിൽ വെറും 4 റിപ്പോർട്ടുകളാണ് ഭരണപരിഷ്കാര കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചത്. പക്ഷേ ഒരു റിപ്പോർട്ടിൽ പോലും സർക്കാർ നടപടിയെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. അല്ലെങ്കിൽ തന്നെ ചത്ത കിളിക്കെന്തിനാണ് കൂട്? ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള കിഫ്ബിയുടെ CEO ആയി KM അബ്രഹാമിനെ നിയമിച്ചത് ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ്. ഈ മഹാന്റെ പ്രതിമാസ ശമ്പളം 3.5 ലക്ഷം രൂപയാണ്. മുമ്പ് സർക്കാർ സർവീസിൽ സേവനമനുഷ്ഠിച്ചതിനാൽ 1.5 ലക്ഷം രൂപ പെൻഷൻ വേറെയുമുണ്ട്. അങ്ങനെ ആകെ മൊത്തം 5 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രതിമാസം ചെലവാക്കുന്നത്. തീർന്നില്ല, കിഫ്ബിയുടെ ചീഫ് പ്രൊജക്ട് എക്സാമിനറായി ഒരാൾ കൂടിയുണ്ട്, വിജയദാസ്. ഇദ്ദേഹത്തിന്റെ പ്രതിമാസ ശമ്പളം 3 ലക്ഷം രൂപയാണ്. പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കും 77,400 മുതൽ 1,17,200 വരെ, പാചകക്കാരന് 16,500 മുതൽ 35,700 വരെ, യാത്രാബത്തയും മെഡിക്കൽ റീഇംബേഴ്സ്മെന്റും വേറെ. ഒരു മന്ത്രിക്ക് 30 പേഴ്സണൽ സ്റ്റാഫാണെങ്കിലും ഇക്കഴിഞ്ഞ ആഴ്ച പാവങ്ങളുടെ പടത്തലവനായ പിണറായി വിജയൻ അത് 37 മാതൃക കാണിച്ചു. ഇവറ്റകൾക്ക് ആജീവനാന്ത പെൻഷൻ ഉള്ളതുകൊണ്ട് ഓരോ 2 വർഷം കൂടുമ്പോഴും പാർട്ടിയുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പേഴ്സണൽ സ്റ്റാഫുകൾ സ്ഥാനമൊഴിഞ്ഞു കൊടുക്കും. പോലീസ് ആസ്ഥാനത്ത് സന്ദർശകരെ സ്വീകരിക്കാൻ 1 കോടി രൂപ മുടക്കി ഒരു റോബോട്ടിനെ വാങ്ങി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനവും നടത്തി. എന്നാൽ റോബോട്ടിന് തന്നെ ഇത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കണം ഉദ്ഘാടന പിറ്റേന്ന് തന്നെ റോബോട്ട് പണിമുടക്കി. പോലീസ് ആസ്ഥാനത്തിന്റെ മൂലയിൽ എവിടെയോ പൊടി പിടിച്ച് ആ പാവം റോബോട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഉപദേശകരെ വെച്ച് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. തൊഴിലാളി പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് 7 ഉപദേശകരാണ് ഉണ്ടായിരുന്നത്. മാന്യയായതുകൊണ്ട് സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതാ ഗോപിനാഥ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്ഥലം വിട്ടു. മറ്റ് 6 പേർ ഇവരാണ്. മുൻ DGP ആയിരുന്ന രമൺ ശ്രീവാസ്തവയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര ഉപദേഷ്ടാവ്. ഈ സർക്കാരിന്റെ കാലത്ത് ലോക്കപ്പിനകത്തും പുറത്തുമായി പോലീസുകാർ പ്രതിയായ കൊലക്കേസുകൾ 22 എണ്ണമാണ് നടന്നിട്ടുള്ളത്. പിന്നെന്തിനാണ് ഈ ആഭ്യന്തര ഉപദേഷ്ടാവ് എന്നൊന്നും ചോദിക്കരുത്. ജോൺ ബ്രിട്ടാസ് മാധ്യമ ഉപദേഷ്ടാവും വികസന ഉപദേഷ്ടാവ് M രഞ്ജിത്തുമാണ്. ഇവർ 3 പേരുടെയും സേവനം സൗജന്യമാണത്രേ. ശമ്പളം മാത്രമേ ഇല്ലെന്നുള്ളൂ. ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഇവർക്ക് മറ്റ് ആനുകൂല്യങ്ങളും ആജീവനാന്ത പെൻഷനും ഒക്കെയുണ്ട്. ഇലക്ഷൻ എടുത്തതോടെ രമൺ ശ്രീവാസ്തവയും ജോൺ ബ്രിട്ടാസും കഴിഞ്ഞയാഴ്ച തലസ്ഥാനങ്ങൾ ഒഴിഞ്ഞു. ശാസ്ത്ര ഉപദേഷ്ടാവ് M ചന്ദ്രദത്തനും നിയമോപദേഷ്ടാവ് NK ജയകുമാറും പ്രസ് അഡ്വൈസർ പ്രഭാവർമ്മയുമാണ്. മാധ്യമ ഉപദേഷ്ടാവും പ്രസ് അഡ്വൈസറും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിക്കരുത്. പിണറായി തമ്പുരാന്റെ ഭരണകാലത്ത് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പ്രഭാവർമ്മയുടെ ശമ്പളം 93,000 മുതൽ 1,20,000 രൂപ വരെയാണ്. NK ജയകുമാറിന്റേത് 77,400 മുതൽ 1,15,200 വരെയും. യാത്രാബത്തയും ഓഫീസ് ചെലവുകളും വേറെ. വികസന ഉപദേഷ്ടാവ് M രഞ്ജിത്തിന്റെ ഡ്രൈവർമാരുടെ ശമ്പളം 37,737 രൂപയാണ്. പുഷ്പനെ അറിയാമോ? ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? പുഷ്പനെ അറിയില്ലേ? പാർട്ടിക്ക് വേണ്ടി ബലിയാടായി ഇന്നും കിടക്കയിൽ തന്നെ കിടന്ന് നരകിച്ച് ജീവിക്കുന്ന പുതുക്കുടി പുഷ്പൻ. ആ പുഷ്പന് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് കൊടുത്തത് 5 ലക്ഷം രൂപയും ഒരു വീൽ ചെയറുമാണ്. പ്രതിമാസം 8,000 രൂപ പെൻഷൻ വേറെയും. വീൽ ചെയർ കൊടുത്തതിന് പൊതുജനങ്ങൾക്ക് ആർക്കും പരിഭവം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ബലിയാടായവനെ പോറ്റേണ്ടത് പാർട്ടിയാണല്ലോ, അതല്ലേ ന്യായം? അതിന് പാവപ്പെട്ട പൊതുജനങ്ങൾ എന്ത് പിഴച്ചു?
ധൂർത്തിന്റെ ഒന്നാം കാണ്ഡം കഴിഞ്ഞിട്ടേയുള്ളൂ. ഇനിയും കിടക്കുകയാണ് കാണ്ഡം കാണ്ഡമായി പിണറായിയുടെ അഴിമതി കഥകൾ. NCP സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉഴവൂർ വിജയന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തത് 25 ലക്ഷം രൂപയാണ്. ചെങ്ങന്നൂർ MLA ആയിരുന്ന KK രാമചന്ദ്രന്റെ ബാങ്ക് വായ്പ അടച്ചു തീർത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 8,67,000 രൂപ ചെലവാക്കിയാണ്. പിണറായി സർക്കാരിന്റെ 100 ദിവസത്തെ ആഘോഷത്തിന് 9,57 ലക്ഷം രൂപ മുടക്കിയെന്ന് പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപദേശകനായി അയർലൻഡുകാരനായ ഡോക്ടർ വില്യം ഹാളിനെ കരാറടിസ്ഥാനത്തിൽ നിയമിച്ചു. വില്യം ഹാളിന്റെ ഓരോ വരവിനും സർക്കാർ ഖജനാവിൽ നിന്നും ചെലവാകുന്നത് 10,21,000 രൂപയാണ്. ഓരോ ദുരന്തങ്ങളും ഇടതുപക്ഷ സർക്കാരിന് ചാകരയാണ്. കഴിഞ്ഞ പ്രളയകാലത്താണ് സർക്കാരിന്റെ സ്ഥിരം ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാനായി 5 കോടി രൂപ ചെലവാക്കിയത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും വെബ്സൈറ്റുകളുടെയും പരിപാലനത്തിനായി 12 അംഗ സംഘമാണുള്ളത്. ഇവർക്ക് വേണ്ടി ചെലവാക്കുന്നത് പ്രതിവർഷം 1,10,00,000 രൂപയാണ്. ഇവരെയെല്ലാം കഴിഞ്ഞ മാസം സ്ഥിരപ്പെടുത്തി. സർക്കാരിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ 25 അംഗ പ്രൊഫഷണൽ സംഘമുണ്ട്. ഇതിന്റെ തലവന്റെ ശമ്പളം പ്രതിവർഷം വെറും 25 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ 624 കിലോമീറ്റർ നവോത്ഥാന മതിൽ നിർമ്മിക്കാൻ പൊതുഖജനാവിൽ നിന്ന് കട്ടുമുടിച്ചത് 50 കോടി രൂപയാണ്. പ്രളയ ദുരിത പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഓഫീസിന് വേണ്ടി ലക്ഷ്മി നായരുടെ കെട്ടിടം 5 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തു. ഈ കെട്ടിടം മോടി പിടിപ്പിക്കാനായി 86 ലക്ഷം രൂപ ചെലവാക്കി. ആരാണ് ഈ ലക്ഷ്മി നായർ എന്നല്ലേ? മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവ് NK ജയകുമാറിന്റെ അനന്തരവളും കൈരളി TVയിൽ പാചക പരിപാടി അവതരിപ്പിക്കുന്നവളും CPM നേതാവ് കോലിക്കോട് കൃഷ്ണൻ നായരുടെ ജ്യേഷ്ഠൻ നാരായണൻ നായരുടെ മകളുമാണ് ഈ ലക്ഷ്മി നായർ. കേരള ലോ അക്കാദമിക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ വിട്ടുകൊടുത്ത ഭൂമിയിലാണ് ലക്ഷ്മി നായർ സ്വകാര്യ ബിൽഡിംഗ് കമ്പനിയുമായി ചേർന്ന് ഫ്ളാറ്റ് പണിതത്. ഇത് അനധികൃത നിർമ്മാണമായതുകൊണ്ട് തന്നെ വിറ്റുപോയില്ല. അപ്പോഴാണ് പിണറായി വിജയന്റെ സഹായഹസ്തം റീബിൽഡ് കേരളയുടെ ഓഫീസ് രൂപത്തിൽ ലക്ഷ്മിക്ക് നേരെ നീണ്ടത്. കണ്ണൂർ പെരളശ്ശേരിയിൽ AKG മ്യൂസിയം നിർമ്മിക്കുന്നത് 10 കോടി രൂപ മുടക്കിയാണ്. ഈ നേതാക്കന്മാർക്കൊക്കെ സ്മാരകം നിർമ്മിക്കാനുള്ള ബാധ്യത പാപം പൊതുജനങ്ങൾക്കാണോ എന്ന് ചോദിക്കരുത്. ഇവരെയൊക്കെ അധികാരത്തിൽ കയറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് ബാധ്യതയുമുണ്ട്. ഇതുകൂടാതെ നവോത്ഥാന സമുച്ചയം നിർമ്മിക്കാൻ 700 കോടി രൂപയാണ് പിണറായി വിജയൻ സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ കേസ് നടത്തിപ്പുകൾക്കായി അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറലും ഗവൺമെന്റ് പ്ലീഡർമാരും അടക്കം 142 പേർ ഹൈക്കോടതിയിലുണ്ട്. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനായ വേലപ്പൻ നായരെ ലൈസൺ ഓഫീസറായി നിയമിച്ചത്. 76,000 രൂപയാണ് ഇദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം. ഇന്റർനെറ്റിനും ഫോൺ അലവൻസിനുമായി 1000 രൂപയും പത്രമാസികകൾ വാങ്ങാനായി 14,000 രൂപയും പ്രതിമാസം ഇദ്ദേഹത്തിന് വേറെയും കൊടുക്കുന്നുണ്ട്. മലയാളത്തിലെ പ്രസിദ്ധീകരണങ്ങളും മുത്തുച്ചിപ്പിയും ഫയറും അടക്കം എല്ലാ മാസികകളും വാങ്ങിയാലും പ്രതിമാസം 14,000 രൂപ ചെലവാകുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. CPMകാർ വെട്ടിക്കൊലപ്പെടുത്തിയ കാസർഗോഡ് പെരിയയിലെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതക കേസ് അന്വേഷണം CBIക്ക് വിടാതിരിക്കാൻ പിണറായി വിജയൻ തന്റെ കാരണവന്മാർ സമ്പാദിച്ചതെന്ന പോലെ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കിയത് 1,18,00,000 രൂപയാണ്. ഈ കേസ് നടത്താനായി അഡ്വക്കേറ്റ് രഞ്ജിത്ത്, അഡ്വക്കേറ്റ് മനീന്ദർ സിംഗ്, അഡ്വക്കേറ്റ് പ്രഭാസ് ബജാജ് എന്നിവരെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. മട്ടന്നൂരിൽ CPMകാർ വെട്ടിക്കൊന്ന ഷുഹൈബിന്റെ കൊലപാതക അന്വേഷണം CBIക്ക് വിടാതിരിക്കാൻ സുപ്രീം കോടതി അഡ്വക്കേറ്റുമാരായ വിജയ് ഹൻസാരിയയ്ക്കും അമരേന്ദ്ര ശരണിനും വേണ്ടി ചെലവഴിച്ചത് 86 ലക്ഷം രൂപയാണ്. സ്പ്രിംഗ്ലർ കേസ് വാദിക്കാൻ സുപ്രീം കോടതിയിലെ സൈബർ എക്സ്പെർട്സ് അഡ്വക്കേറ്റ് നാപ്പിനയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് ലക്ഷങ്ങളാണ്. സർക്കാരിന്റെ കേസുകൾ കൈകാര്യം ചെയ്യാൻ 142 അഡ്വക്കേറ്റുമാർ ഉള്ളപ്പോഴാണ് ഈ ധൂർത്തം ഓർക്കണം. ഒരുപക്ഷെ 2 കൊല്ലത്തിനിടയിൽ ഒരു വാഹനത്തിന് ഏറ്റവും കൂടുതൽ ടയർ മാറിയത് നമ്മുടെ മണിയാശാനായിരിക്കും. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമായ 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് 2 കൊല്ലത്തിനിടയിൽ മണിയാശാൻ മാറിയത് 34 ടയറുകളാണ്. ടയർ ഒന്നിന് 10,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 3,40,000 രൂപ. കേരളം പ്രളയക്കെടുതിയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് CPIയുടെ ഒല്ലൂർ MLA K രാജനെ ക്യാബിനറ്റ് റാങ്കോടെ ചീഫ് വിപ്പായി നിയമിച്ചത്. K രാജന്റെയും പേഴ്സണൽ സ്റ്റാഫുകളുടെയും ശമ്പളം, ഔദ്യോഗിക വാഹനം, വസതി ഉൾപ്പെടെ 7.5 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേരള സർക്കാരിന് ഉണ്ടായത്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക് സർക്കുലർ ഇറക്കിയതിന്റെ പിറ്റേ ആഴ്ച, അതായത് ഈ ലോക്ക്ഡൌൺ കാലത്ത് സംസ്ഥാന സർക്കാർ വാങ്ങിയത് 8 ഇന്നോവ ക്രിസ്റ്റകളാണ്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ സെക്രട്ടറിയുടെ ഓഫീസ് അണുവിമുക്തമാക്കാൻ ചെലവാക്കിയത് 5 ലക്ഷം രൂപയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ടിന് ജനങ്ങൾ തോറ്റ് തുന്നം പഠിപ്പിച്ച MP A സമ്പത്തിനെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെ ദില്ലിയിലെ കേരള ഹൗസിലേക്ക് അയച്ചു. ഈ മഹാന് 5 പേഴ്സണൽ സ്റ്റാഫുകളാണുള്ളത്. ഇതിൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് 21,850 രൂപയും
2 അസിസ്റ്റന്റ് സെക്രട്ടറിമാർക്ക് 30,385 രൂപ വീതവും ഓഫീസ് അറ്റൻഡർക്ക് 18,030 രൂപയും ഡ്രൈവർക്ക് 19,760 രൂപയുമാണ് ശമ്പളം. സമ്പത്തിന് 90,000 രൂപ മാസ ശമ്പളത്തിന് പുറമെ യാത്രാബത്തയും ഔദ്യോഗിക വാഹനവും വസതിയുമുണ്ട്. ഇക്കഴിഞ്ഞ കൊറോണ കാലത്ത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് 72 ഇഞ്ച് LED ടിവിയും മ്യൂസിക് സിസ്റ്റവും വാങ്ങിയതിന് 2,89,000 രൂപ ചെലവാക്കിയതാണ്. ഈ കൊറോണ കാലത്ത് തന്നെ മന്ത്രി പുങ്കവന്മാർക്ക് കൈതുടയ്ക്കാൻ 75,000 രൂപ മുടക്കി 250 ടവൽ വാങ്ങി. എയർ ആംബുലൻസിന് എന്ന പേരിൽ പ്രതിമാസം 1,63,73,000 രൂപ വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് കൊല്ലം 1 തികഞ്ഞു. ഒരു മാസം 20 മണിക്കൂറിൽ കൂടുതൽ പറന്നാൽ അധിക നിരക്ക് നൽകണം. ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഹെലികോപ്റ്റർ തരാമെന്ന മറ്റു 2 കമ്പനികളുടെ വാഗ്ദാനം നിരസിച്ചുകൊണ്ടാണ് ടെൻഡർ പോലുമില്ലാതെ ബാംഗ്ലൂർ ആസ്ഥാനമായ പവൻ ഹംസ് ഏവിയേഷൻ കമ്പനിയിൽ നിന്ന് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ഇതേ മോഡൽ ഹെലികോപ്റ്റർ ഇതേ കമ്പനിയിൽ നിന്ന് ജാർഖണ്ഡ് സർക്കാർ വാടകയ്ക്കെടുത്തിരിക്കുന്നത് പ്രതിമാസം 86 ലക്ഷം രൂപയ്ക്കാണ്. ഇതിനാകട്ടെ പറക്കുന്നതിന് സമയപരിധിയോ ദൂരപരിധിയോ ഇല്ലതാനും. ഈ ഒരു കൊല്ലത്തിനിടയിൽ 3-4 തവണ മാത്രമേ പറക്കാനുള്ള ഭാഗ്യം ഈ പാവം ഹെലികോപ്റ്ററിന് ഉണ്ടായിട്ടുള്ളൂ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് മരണപ്പെട്ട അഡ്വക്കേറ്റ് നീലകണ്ഠ ശർമ്മയുടെ ഹൃദയവുമായി എറണാകുളത്തേക്ക് ഒരു വാടക ഹെലികോപ്റ്റർ പറന്നതിന് ചെലവ് വെറും 1 ലക്ഷം രൂപയിൽ താഴെയാണെന്ന് ഓർക്കണം. മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ട് എന്ന പരിപാടി സംപ്രേഷണം ചെയ്യാൻ പ്രതിവർഷം ചെലവഴിക്കുന്നത് 6,37 ലക്ഷം രൂപയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സീഡിറ്റും PRDയും ചേർന്ന് 1 രൂപ പോലും സാമ്പത്തിക ബാധ്യതയില്ലാതെ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത പരിപാടിക്കാണ് പിണറായി വിജയൻ 6,37 ലക്ഷം രൂപ ചെലവാക്കുന്നത്. ഇനി ചെറിയൊരു ഇടനാഴി കഥ. ഒരുപാട് നാരിയ കഥകൾ പറയാനുള്ളത് കൊണ്ടായിരിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടനാഴി മോടി പിടിപ്പിച്ചത്. ഇതിനായി ചെലവാക്കിയത് 2 ലക്ഷത്തിലധികം രൂപയാണ്. ഇക്കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് ചീഫ് സെക്രട്ടറിയുടെയും സെക്രട്ടറിമാരുടെയും ഓഫീസിലെ ജീവനക്കാരും അതിഥികളും ചായ കുടിച്ച വകയിൽ ഖജനാവിൽ നിന്ന് എടുത്തത് 14,11,000 രൂപയാണ്. ഇത് ചീഫ് സെക്രട്ടറിയുടെയും സെക്രട്ടറിമാരുടെയും മാത്രം കണക്കാണെന്ന് ഓർക്കണം. 4-5 മാസങ്ങളായി പ്രമുഖ മലയാളം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലും സായാഹ്ന പത്രങ്ങളിലും സ്വകാര്യ ചാനലുകളിലും പിണറായി വിജയന്റെ ഇല്ലാത്ത ഭരണ നേട്ടങ്ങൾ പരസ്യം ചെയ്യാനായി ദിവസേന ധൂർത്തടിക്കുന്നത് കോടികളാണ്. ഒരു ദിവസത്തെ ഏകദേശ കണക്കാണ് കണക്കില്ലാത്ത ഈ കോടികൾ. ഭസ്മാസുരന് വരം കിട്ടിയതുപോലെയാണ് പിണറായി വിജയന് കേരളത്തിന്റെ ഭരണം കിട്ടിയത്. കട്ടുമുടിച്ചിട്ടേ പിണറായി വിജയനും കിങ്കരന്മാരും സെക്രട്ടേറിയറ്റിന്റെ പടിയിറങ്ങൂ. ഈ ധൂർത്തൊക്കെ കാണുമ്പോൾ ഒരു നേരം ആഹാരം കഴിക്കാൻ വകയില്ലാത്തവരും തലചായ്ക്കാൻ ഒരു കിടപ്പാടമില്ലാത്തവനുമൊക്കെ രോക്ഷം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പിണറായി വിജയനെ പോലെയുള്ള കോർപ്പറേറ്റ് നേതാക്കൾക്ക് കമ്മ്യൂണിസം ഒരു വിൽപ്പന ചരക്ക് മാത്രമാണ്. പൊതുജനങ്ങൾ ഇനിയും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത്. ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ എന്ന ഭസ്മാസുരന് കേരളത്തിന്റെ ഭരണം കിട്ടിയാൽ ഇപ്പോഴത്തതിനേക്കാൾ 10 മടങ്ങ് കേരളം നാശത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ഉറപ്പാണ്.